2020 വാർത്തയിലേക്ക് പോകാം. ഇന്ന് കലാശ പോരാട്ടം. ഇന്നാണ് 2020 ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം നടക്കുക. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്ക് ബ്രിഡ്ജ് ടൗണിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 2007 കിരീടം നേടിയ ഇന്ത്യ ഇത് 3ാം തവണയാണ് ഫൈനൽ കളിക്കുന്നത്. കന്നി ഫൈനലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. മഴ ഭീഷണി ഉണ്ടെങ്കിലും മത്സരം തടസ്സപ്പെടില്ല എന്നാണ് പ്രവചനം. ഫൈനൽ തടസ്സപ്പെട്ടാൽ റിസർവ് ദിനത്തിലേക്ക് മത്സരം മാറ്റും. അങ്ങനെ 2020 ലോകകപ്പിന് ഇത് ഫൈനൽ പോരാട്ടമാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും മുഖാമുഖം എത്തുന്നു. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഫൈനലിലെത്തുമ്പോൾ ഇന്ത്യ 3ാം തവണയാണ് ഫൈനലിലെത്തുന്നത്. ഏകദിന ലോകകപ്പിലും 2020 ലോകകപ്പിൽ 2 തവണയും ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യം അത് എല്ലാ കാലത്തും വേട്ടയാടുന്ന സംഘമാണ് ഇന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഫൈനലിന് ഇന്ന് ബാർബഡോസിൽ ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 ടീമുകളും ഈ ടൂർണമെന്റിൽ ഉടനീളം തോൽവി അറിയാതെ മുന്നേറിയ 2 സംഘങ്ങളാണ് എന്നുള്ളതാണ്. തോൽവി അറിയാതെ എത്തിയ 2 സംഘങ്ങൾ, അതായത് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖം എത്തുന്നു ഫൈനൽ പോരാട്ടത്തിൽ എന്നുള്ള പ്രത്യേകതയാണ് ഈ ലോകകപ്പിലേത്. ഒരുപക്ഷെ വന്ന വഴി നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയാണ് അല്പം കൂടി കഠിനമായിട്ടുള്ള വഴിയിലൂടെ കടന്നെത്തിയത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ ആധികാരികമായ എല്ലാ മത്സരങ്ങളും ജയിച്ചെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്ക പലപ്പോഴും ഒന്ന് ഭയപ്പെട്ട് തന്നെയാണ് ചില കുഞ്ഞൻ സംഘത്തോടുൾപ്പെടെ എത്തിയത് എന്നുള്ളത് ഓർക്കണം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണം. പ്രധാനമായും ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ റബാദയും യാൻസനും അതിഗംഭീര ഫോമിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്പിന്നർമാരും കേശവ് മഹാരാജും ഒപ്പം തബ്രീസ് ഷംസിയും 2 പേരും ഫോമിലാണ്. 2 പേസർമാരും ഫോമിലാണ്. മറുവശത്ത് ഇന്ത്യയുടെ ബാറ്റർമാർ, അതിൽ രോഹിത് ശർമ്മയുടെ ഫോമാണ് ഏറ്റവും പ്രധാനം. ശിവൻ ദുബെയും വിരാട് കോഹ്ലിയും നിറം മങ്ങുന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ വെക്കുന്നു ആരാധകർ. കാരണം ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ എല്ലാ കാലത്തും ഫോമിലേക്ക് വരുന്ന താരമാണ് വിരാട് കോഹ്ലി. ആ പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇന്ന് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ബാർബഡോസിൽ പതിവായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്ക് അനുകൂലമാകാറുണ്ട്, അത്യാവശ്യം പേസർമാർക്ക് ഗുണം ചെയ്യാറുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുൽദീപ് യാദവിന്റെയും അക്സർ പട്ടേലിന്റെയും ബോളിംഗ് പ്രകടനം ഇന്ത്യക്ക് ഏറെ നിർണായകമാകും. 2020 ലോകകപ്പിന്റെ ആദ്യ പതിപ്പിൽ 2007 പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടമെടുത്ത ഇന്ത്യ പിന്നീട് 2014 ഫൈനലിൽ എത്തുന്നത്. പക്ഷെ അന്ന് ശ്രീലങ്കയോട് പരാജയപ്പെട്ടു. ഇക്കുറി വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ആ കിരീടം ഒരിക്കൽ കൂടി നേടിയെടുക്കാൻ കഴിയുമോ? രോഹിത് ശർമ്മയ്ക്ക് ഒരു കപ്പ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലെ മുഴുവൻ ആളുകളും. ഇതുവരെയും ഒരു കിരീടത്തിലേക്ക് രോഹിത്തിന് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ICC ടൂർണമെന്റുകളുടെ ഫൈനൽ കളിച്ച ടീം എന്ന നിലയിൽ പോലും ഇന്ത്യക്ക് ജയം സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നത് ആ ഫൈനലിൽ കാലിടർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ആ കാരണം ഇന്ന് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാണല്ലോ ബാർബഡോസിൽ നേരിയ മഴ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഫൈനലിന് ഒരു റിസർവ് ദിനം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഇന്ത്യൻ ആരാധകർ നിറഞ്ഞെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഫൈനൽ ദിനത്തിൽ. ഏറ്റവും ഒടുവിൽ കാത്തിരിക്കാം ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന്, ഇന്ത്യയോ ദക്ഷിണാഫ്രിക്കയോ.